under the banner of Sri Gokulam Movies and being distributed by The Dream Big and co-produced by our Waterman Films. Appo nammale ellarum kaathirunna aa rendu pere ettirikana. So namukku nammale official trailer launch ilekku start cheyyam pora start cheyyam. Okay appa usharodu kudu thane namukku innathe nammal ee trailer launch ivide event start cheyyana. Appo ee oru event ആരംഭിക്കുമ്പോൾ നമ്മളുടെ മലയാളികൾക്കൊക്കെ തന്നെ അഭിമാനമായി മാറിയ ഒരു വ്യക്തിയുണ്ട്. നമ്മുടെ ലോകം മുഴുവൻ വളരെ ആരാധനയോടുകൂടി നോക്കിക്കാണുന്ന ഒരു ബിസിനസ് മാഗ്നറ്റ്. ആൻഡ് അദ്ദേഹത്തെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മളുടെ വെള്ളം എന്ന് പറയുന്ന ചിത്രത്തിലൂടെ നമ്മളുടെ ജയസൂര്യ ചേട്ടൻ അദ്ദേഹത്തിന്റെ എൻ്റെ ജീവിതം വരച്ച് കാട്ടി തന്നിട്ടുണ്ട്. നാട്ടിലും വീട്ടിലൊക്കെ ഇങ്ങനെ വെറുതെ ലൂസ് ആയിട്ട് കളിച്ച് നടന്ന ഒരു വ്യക്തി ഒരു രക്ഷയില്ലാത്ത ഉയരങ്ങളിലേക്ക് എത്തിച്ചേർന്നിരിക്കുന്ന നമ്മളുടെ ശ്രീ മുരളി കുന്നുംപുരം. ആൻഡ് let us all welcome on to the stage with much love, respect and admiration Sri Murali Kunnumburath on behalf of the Waterman Films to kindly express his words of welcome. Kindly join with us, please. എല്ലാവർക്കും നമസ്കാരം. ഒരുപാട് സന്തോഷമുണ്ട്. ഇത്രയും തിരക്കൊന്നും ഉണ്ടാവുമെന്ന് വിചാരിച്ചിട്ടില്ല. ഭയങ്കര സന്തോഷം ഇപ്പോൾ ഇവിടെ നിൽക്കുമ്പോൾ. ഇവിടെ നിൽക്കാൻ കാരണം ഈ സിനിമ നമ്മൾ 1.5 വർഷം മുന്നേ ഞാനും അഭിലാഷും വിഷ്ണുവും കൂടെ നമ്മൾ തീരുമാനിച്ചാണ് സിനിമയെ കുറിച്ചിട്ട്. അതിപ്പോൾ ഇതാ ഇവിടെ നിങ്ങളുടെ മുന്നിലേക്ക് അതിൻ്റെ ട്രെയിലർ എത്തിക്കുകയാണ്. അതിന് കാരണക്കാരനായ ഇവിടെയൊക്കെ നിൽക്കാൻ നിമിത്തമായ ഗോപാലേട്ടനോടും കൃഷ്ണമൂർത്തി സാറിനോടും ഡ്രീം ബിഗിൻ്റെ സുഹിതാട്ടോടും ഞാൻ നന്ദി പറയുന്നു. ഇവിടെ എത്തിയ എല്ലാവരെയും ഞാൻ സ്വാഗതം ചെയ്തു. കൂടുതൽ സംസാരിക്കുന്നത് എനിക്കറിയില്ല. ഓക്കെ, താങ്ക് യു സോ മച്ച് സർ. താങ്ക് യു സോ മച്ച്. നമ്മുടെ ഈ സുമതി വളവിന് മറ്റൊരു പ്രത്യേകത കൂടിയുണ്ട്. മലയാളികൾ ഒരുപാട് സ്നേഹത്തോടു കൂടി നെഞ്ചോട് ചേർത്ത് വെച്ചൊരു പടം നമ്മളുടെ മാളികപ്പുറം എന്ന് പറയുന്ന മൂവി. ഒരു 111 കൊമേഴ്ഷ്യൽ ഹിറ്റായിരുന്ന ഒരു ചിത്രം. ആ ചിത്രത്തിലെ ഒരു എൻറ്റയർ ടീം തന്നെ വീണ്ടും ഒന്നിച്ചു ചേർന്നിരിക്കുകയാണ് സുമതി വളവിന് വേണ്ടിയിട്ട്. വിഷ്ണു ശങ്കറിന്റെ സംവിധാനത്തിൽ നമ്മളുടെ അഭിലാഷ് പിള്ളയുടെ തിരക്കഥയിൽ, മലയാളികൾക്ക് നമുക്ക് എല്ലാവർക്കും നമ്മുടെ സിനിമാ പ്രേമികൾക്ക് ഒരുപാട് ഇഷ്ടമുള്ള ഒരു വ്യക്തിയാണ് അഭിചേട്ടൻ. അദ്ദേഹത്തിൻ്റെ തിരക്കഥയിൽ വീണ്ടും ഒരുപാട് മലയാളികൾക്ക് ഒത്തിരി ഇഷ്ടമുള്ള ഒരുപാട് നല്ല നല്ല ഗാനങ്ങൾ സമ്മാനിച്ച രഞ്ജിൻ രാജിൻ്റെ മ്യൂസിക് ഡയറക്ഷനിൽ വരുന്ന മാളികപ്പുറം എന്ന് പറയുന്ന ചിത്രമാണ്. അന്ന് ഈ ചിത്രം നമ്മൾ മുന്നിലേക്ക്, മലയാളികളുടെ മുന്നിലേക്ക് സമ്മാനിക്കുമ്പോൾ അന്ന് ആദ്യം നമുക്കൊപ്പം ജോയിൻ ചെയ്ത 2 പേരുണ്ട്. മാളികപ്പുറത്തിനെ ഏറ്റവും ബ്യൂട്ടിഫുൾ, ഏറ്റവും അനശ്വരമാക്കി മാറ്റിയ 2 കുഞ്ഞു മക്കള്. യെസ്, ഐ ആം ടോക്കിംഗ് അബൌട്ട് ദേവനന്ദ ആൻഡ് ശ്രീപദ്. 2 പേരെയും അവരെ 2 പേരും ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്തുകൊണ്ട് തന്നെ ആവാം നമുക്ക് തുടങ്ങുന്നത്. സോ ഒരു നല്ല കൈയോടുകൂടി തന്നെ നമുക്ക് നമ്മുടെ ഈ 2 കുഞ്ഞു മക്കളെ വേദിയിലേക്ക് സ്വാഗതം ചെയ്യാം അല്ലേ? ഡാർലിംഗ് ദേവനന്ദ ആൻഡ് ശ്രീപദ്. ആൻഡ് ഓൾസോ ദേവനന്ദയുടെ ബർത്ത്ഡേ ഒക്കെ ആയിരുന്നു 2 ദിവസം മുന്നേ. കേറിവായോ, ഹാപ്പി ബർത്ത്ഡേ കുട്ടാ. അടിപൊളി വർഷമായിട്ട്. എന്താണ് ബർത്ത്ഡേ ഒക്കെ വൻ സെലിബ്രേഷൻ ആയിരുന്നല്ലോ? അതെ, എല്ലാവരും ഫാമിലി ആയിട്ട് ഒരു സെലിബ്രേഷൻ ഉണ്ടായിരുന്നു. ഇവിടെ നമ്മളുടെ മാളികപ്പുറത്തിന്റെ ഏറ്റവും മറ്റൊരു സ്റ്റാർ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ അവിടെ ഏറ്റവും കൂടുതൽ ചിരിക്കാനുള്ള മൊമെന്റ്സ് നൽകിയ ഒരാളാണ് നമ്മുടെ ശ്രീപദ്. ഹലോ ശ്രീപദ്, എന്താണ്? ഒരുപാട് സന്തോഷം. നമ്മുടെ മോള് ഇവിടെ ബൈക്കൊക്കെ കൊണ്ടുവന്ന് തന്നിട്ടുണ്ട്. അപ്പൊ നിങ്ങൾ 2 പേരും ആയിരുന്നു അന്ന് ഏറ്റവും ആദ്യം മാളികപ്പുറത്തിന്റെ ഏറ്റവും ഫസ്റ്റ് ആയിട്ട് സ്റ്റേജിലേക്ക് വന്ന് ചേർന്ന 2 ആർട്ടിസ്റ്റ് അല്ലേ? ഇപ്പൊ വീണ്ടും സുമതി വളവിന് വേണ്ടി ഒത്തു ചേർന്നിരിക്കുകയാണ്. സോ എങ്ങനെയുണ്ട് എക്സൈറ്റ്മെന്റ് എങ്ങനെയുണ്ട്? വീണ്ടും ഇവർ സെയിം ടീമുമായിട്ട് വർക്ക് ചെയ്ത സന്തോഷം എങ്ങനെയുണ്ട്? ഒരുപാട് സന്തോഷമുണ്ട്. മാത്രമല്ല അർജുൻ ചേട്ടൻ്റെ കൂടെയുള്ള എൻ്റെ സെക്കൻഡ് മൂവിയാണ്. പക്ഷെ ഫസ്റ്റ് മൂവിയിൽ അർജുൻ ചേട്ടൻ്റെ കൂടെ അധികം കോമ്പിനേഷനൊന്നും ഉണ്ടായിരുന്നില്ല. കാരണം ചെറുപ്പകാലമായിരുന്നു ചെയ്തത്.
അപ്പോൾ അതിൻ്റെ സന്തോഷമുണ്ട്. ബാലചന്ദ്രൻ്റെ കൂടെയുള്ള ഫസ്റ്റ് മൂവിയാണ്, അതുപോലെ ഇവരുടെ എല്ലാവരുടെയും കൂടെയുള്ള എൻ്റെ ഫസ്റ്റ് മൂവിയാണ്. അപ്പോൾ അതിൻ്റെയൊക്കെ ഒരുപാട് സന്തോഷമുണ്ട്. കൂടുതൽ കൂടെ അഭിനയിക്കാൻ പറ്റി. അതുപോലെ മാളികപ്പുറം ടീമിൻ്റെ സെക്കൻഡ് മൂവി ആയതുകൊണ്ട് അതിൻ്റെ റോൾ എനിക്ക് ഒട്ടുമുക്കെ എല്ലാവരും ആ ഒരു മൂവിയിൽ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ഒരു സന്തോഷവും ഒക്കെ ഉണ്ട്. അപ്പോൾ എല്ലാവരും സിനിമ പോയി കാണാം, സിനിമ വിജയിപ്പിക്കുക. താങ്ക് യു. ഉറപ്പായിട്ട് വിജയിപ്പിക്കും. ഇത് നമ്മുടെ മാളികപ്പുറത്തിലൊരു കണ്ണാടിയൊക്കെ വെച്ചോ, അതുപോലത്തെ ഒരു പച്ച കണ്ണാടിയൊക്കെ വെച്ചിട്ട് ഒന്ന് കണ്ടു വെക്കുന്നോ? വെക്കണോ? ആ വെച്ചോ. യെസ്, പച്ച കണ്ണാടിയൊക്കെ വെച്ച് വീണ്ടും ഈസ് ആക്റ്റീവ് ഗൈസ്. ഓൾറൈറ്റ്. ആൻഡ് ദീപിക കുട്ടി എന്താണ് പറയാനുള്ളത്? 12th ബർത്ത്ഡേ അല്ലേ, 12th ഇയറിന്റെ ഒരു ഗിഫ്റ്റ് കിട്ടിയിരിക്കുകയാണ് അല്ലേ? യെസ്, പറഞ്ഞോളൂ. എനിക്ക് ഒത്തിരി സന്തോഷമുണ്ട്. മാളികപ്പുറം കഴിഞ്ഞിട്ട് ഇവിടെ സുമതി വളവിൻ്റെ ഭാഗമായിട്ട് വന്ന് നിൽക്കുമ്പോൾ ഭയങ്കര ഒരു പ്രൗഡ് മൊമെൻ്റ് ആണ് ഞങ്ങൾക്ക് രണ്ടുപേർക്കും. മാളികപ്പുറം ടീം എല്ലാവരും ഒന്നിച്ച് പിന്നെയും വന്ന് നമ്മളെല്ലാം ഒത്തിരി ഹാർഡ് വർക്ക് ചെയ്ത് ഒരു സിനിമയാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും എന്തായാലും ഇഷ്ടമാകും. ഒരു ഹൊറർ കോമഡിയാണ്, ഫാമിലിക്ക് പറ്റിയ സിനിമയാണ്. എല്ലാ എലമെൻസും ഉണ്ട്. ഹൊറർ, കോമഡി, ഫാമിലി, ഭയങ്കര ഒരു ഓസം മൂവിയാണ്. August 1 റിലീസാണ്. അപ്പോൾ എല്ലാവരും കാണണം, സപ്പോർട്ട് ചെയ്യണം. ഇവിടെ എല്ലാവരും ഒത്തിരി സീനിയേഴ്സ്, ഭയങ്കര ഒരു വൈഡ് കാസ്റ്റ് മെമ്പേഴ്സ് ഉള്ളതാണ്. എല്ലാവരെയും നിങ്ങൾക്ക് ഇഷ്ടമാകുന്നതായിരിക്കും. താങ്ക് യു സോ മച്ച്. അപ്പോൾ നമുക്ക് എന്തായാലും ഈ രണ്ട് കുഞ്ഞുമക്കൾക്ക് വേണ്ടി കൈയടിക്കാണ്ട് നമുക്ക് അടുത്തൊരു മൊമെന്റിലേക്ക് പോകാൻ പറ്റില്ല. ഒന്ന് നന്നായിട്ട് കൈയടിക്കാമോ? നമ്മുടെ മലയാളം സിനിമയുടെ ഒരു വാഗ്ദാനം എന്നൊക്കെ പറയുന്ന രണ്ട് അടിപൊളി പിള്ളേരാണ്. അപ്പോൾ എന്തായാലും ഇവരെ രണ്ടും ഇവിടെ നിർത്തിക്കൊണ്ട് തന്നെ നമ്മുടെ എന്താണ് കേട്ടില്ല? അയ്യോ സോറി, ഐ ആം ദ സോറി. യെസ്, നമ്മുടെ നാഷണൽ അവാർഡ് വിന്നറാണ്, അതും കൂടെ എടുത്ത് പറയേണ്ടതാണ്. അപ്പോൾ അത് തന്നെയാണ് ഇതെല്ലാം കൂടെ കംപ്രൈൻ ചെയ്താണ് പറയുന്നത്. നമ്മുടെ മലയാളം സിനിമയുടെ ഒരു വാഗ്ദാനമാണ് എന്നുള്ള കാര്യം അറിഞ്ഞ് നൽകുന്നതാണ്. സോറി ദാറ്റ് ഐ ആം യൂസിങ് മൈ ലെഫ്റ്റ് ഹാൻഡ്. സോ യെസ്, ഹലോ എന്താണ് ഇതാണ് മാർക്ക്. ഓക്കെ, താങ്ക് യു. സോ സുമതി വളവ് വളരെ നമ്മുടെ പ്രിയപ്പെട്ടൊരു സിനിമയാണ്. ഒരുപാട് കാലമായി നമ്മളിപ്പോൾ ഈ കോഞ്ചറിങ് മിറ്റും അങ്ങനത്തെ കുറേ ഇംഗ്ലീഷ് സിനിമകളൊക്കെ നമ്മൾ ഭയങ്കരമായിട്ട് കാര്യമായിട്ട് ഇതിനെ നെഞ്ചിലേക്ക് എടുക്കുന്നുണ്ട്. പക്ഷേ മലയാളികൾക്ക് എപ്പോഴും ഒരു യക്ഷിപ്രേതം അതിനകത്തൊരു പ്രത്യേക ഒരു എഫെക്ഷൻ ഉണ്ട്. എനിക്ക് അങ്ങനത്തെ ഒരു എഫെക്ഷൻ ഉണ്ട്. വെള്ള സാരിയെ കൊടുത്തിട്ട് ചേച്ചി വരുമ്പോൾ സുഖമുണ്ട്. അതിനകത്തൊരു വേറെ പേടിയുണ്ട്. ആ സുഖമല്ല, ആ പ്രേതത്തിന്റെ സുഖം. ഓവിച്ചേട്ടാ കാമോൺ. അപ്പം അത് തന്നെയാണ് എന്നെയും ഈ പടത്തിലേക്ക് ഇന്നാവാൻ വേണ്ടി ഏറ്റവും കൂടുതൽ നിർത്തിയത്. അപ്പോൾ ഇതെല്ലാവരും നിങ്ങൾക്ക് എല്ലാവർക്കും ഇത് മനസ്സിലാവും തോന്നുന്നു ഈ സിനിമ കാണുമ്പോൾ. നമ്മൾ അങ്ങനത്തെ സിനിമകൾ കണ്ടേക്കുന്ന ഒരുപാട് വർഷം മുമ്പാണ്. ഇപ്പോൾ ഇത്രയും ടെക്നോളജി എല്ലാം നമുക്കുള്ളപ്പോൾ, ഇത്രയും സൗണ്ടിങ്ങും ഇത്രയും നല്ലൊരു തിയേറ്റേഴ്സും എല്ലാം നമുക്കുള്ളപ്പോൾ അതിനകത്ത് നമുക്ക് ഇങ്ങനത്തെ ഒരു സിനിമ ആക്ച്വലി നമ്മൾ സിനിമ പറയുന്ന ഒരു 90s, ഒരു ലേറ്റ് 80s 90s സമയത്താണ് സിനിമ സംഭവിക്കുന്നത്. അപ്പോൾ ആ കാലഘട്ടത്തിൽ സംഭവിക്കുന്ന ഒരു സിനിമ നമ്മൾക്ക് ഇപ്പോഴത്തെ ടെക്നോളജി വഴി നമുക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റും. അത്രയും രസമായിട്ട് ഇതിനകത്ത് വർക്ക് ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെ സൗണ്ടിങ്ങിലായാലും സിനിമോട്ടോഗ്രഫി ചെയ്തേക്കുന്നത് നമ്മുടെ രാക്ഷസനൊക്കെ ചെയ്തേക്കണ ശങ്കർ സാറാണ്. അപ്പോൾ അത്രയും രസമായിട്ടുള്ള ഫിലിം മേക്കിംഗ് ഉണ്ട്, നല്ല രസമുള്ള സൗണ്ടിങ് ഉണ്ട്. അപ്പോൾ എല്ലാവർക്കും എൻജോയ് ചെയ്യാൻ പറ്റുന്ന ഒരു അടിപൊളി സിനിമ തന്നെ ആയിരിക്കും സുമതി വളവ്. എല്ലാവരും August 1 പടം റിലീസ്, എന്തായാലും പോയി കാണണം. താങ്ക് യു. ഇതൊരു എക്സലന്റ് വിഷ്വൽ ട്രീറ്റ് ആയിരിക്കും. ഉറപ്പായിട്ടും. ഓക്കെ, താങ്ക് യു സോ മച്ച്. ഓൾ ദി വെരി ബെസ്റ്റ് യു വൺസ് അഗൈൻ. ഒരുപാട് പേര് വർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഈ ഒരു മൊമെൻറ്റിൽ അവരൊക്കെ ഓർക്കാണ്. ഒരുപാട് ചേട്ടന്മാരും എല്ലാവരും കുറേ ഹാർഡ് വർക്ക് ചെയ്തിട്ടുണ്ട്. പിന്നെ ഐ എം സോ ഗ്രേറ്റ്ഫുൾ. സീരിയൽ കഴിഞ്ഞിട്ട് സിനിമ അഭിലാഷ് ചേട്ടനും വിഷ്ണു ചേട്ടനും മുരളി സാറും എല്ലാവരും കാരണമാണ് എനിക്ക് കിട്ടിയത്. എനിക്കറിയില്ല എന്താ പറയേണ്ടത്. ഐ എം സോ ഹാപ്പി. ഇവരുടെ എല്ലാവരുടെയും ഹാർഡ് വർക്കിന് ഏറ്റവും ബെസ്റ്റ് റിസൾട്ട്സ് ഉണ്ടാവട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. സോ യെസ്, ജൂഹി എന്താണ്, ഹൗ എക്സൈറ്റഡ് ആർ യു? ആൻഡ് യു ലുക്കിംഗ് വെരി ഡാഷിംഗ്. നിങ്ങൾ 3 പേരും ഡെഫിനറ്റ്ലി. സോ യെസ്, വാട്ട് യു വാണ്ട് ടു സേ? താങ്ക് യു. ഭയങ്കര എക്സൈറ്റഡ് ആണ്. സുമതി വളവിൻ്റെ സെക്കൻഡ് മൂവിയാണ്. ഒത്തിരി ഗ്രേറ്റ്ഫുൾ ആണ് ഇത്രയും വലിയൊരു ടീമിൻ്റെ ഭാഗമാവാൻ പറ്റിയത്. ഈ ഓപ്പർച്യൂണിറ്റി തന്ന അഭിലാഷ് ചേട്ടനും വിഷ്ണു ചേട്ടനും മുരളി ചേട്ടനുമാണ് എനിക്ക് നന്ദി പറയാനുള്ളത്. പിന്നെ എന്നെ സപ്പോർട്ട് ചെയ്തതിൻ്റെ മൊത്തം ടീം. ഇത് ടോട്ടലി ഒരു ഫൺ എൻ്റർടൈനർ ആയിരിക്കും നിങ്ങൾക്ക്. August 1 മൂവി റിലീസാവുന്നത്. സോ എല്ലാവരും തിയേറ്ററിൽ തന്നെ പോയി പടം കാണണം, സപ്പോർട്ട് ചെയ്യണം. താങ്ക് യു. താങ്ക് യു സോ മച്ച് ആൻഡ് ഓൾ ദി ബെസ്റ്റ് യു. ആൻഡ് ജസ്നിയ, സോഷ്യൽ മീഡിയയിൽ ഇങ്ങനെ അടിച്ചു പൊളിച്ച് വാണ് നടക്കുകയായിരുന്നു. സോ നൗ യെസ്, എന്താണ് സിൽവർ സ്ക്രീനും റൂൾ ചെയ്യാൻ റെഡി ആയിട്ടുണ്ടോ? അയ്യോ അങ്ങനെയൊന്നുമില്ല.
ശരിക്കും പറഞ്ഞാൽ ഇങ്ങനെ സ്റ്റേജിൽ നിൽക്കുന്ന സമയത്ത് എനിക്ക് അത്ര ഫിയറൊന്നും ഇല്ലാത്ത ആളാണ്. പക്ഷെ ഇന്ന് എന്തോ അത്യാവശ്യം ട്രെയിലർ ലോഞ്ചസ് ഒക്കെ പങ്കെടുത്തിട്ടുണ്ടെങ്കിലും ഞാനും കൂടെ പാർട്ടായിട്ടുള്ളൊരു മൂവിയുടെ ട്രെയിലർ ലോഞ്ചിൽ വന്ന് നിൽക്കുമ്പോൾ ഇറ്റ്സ് സോ സ്പെഷ്യൽ ഫോർ മീ. ആൻഡ് പറഞ്ഞ മാതിരി ആ ഒരു ട്രാൻസ്ഫോർമേഷൻ ഫ്രം ഡാൻസിങ് ഓർ സോഷ്യൽ മീഡിയ ടു ദ ബിഗ് സ്ക്രീൻ എനിക്ക് ഇതിലും വലിയൊരു ഓപ്പണിംഗ് എനിക്ക് കിട്ടാനില്ല. ശരിക്കും ഐ എം സോ ബ്ലെസ്ഡ്. ഇത്രയൊരു വ്യത്യസ്തമായിട്ടുള്ളൊരു ക്യാരക്ടർ എന്നെ വിശ്വസിച്ച് ഏൽപ്പിച്ച വിഷ്ണു ചേട്ടന് താങ്ക് യു സോ മച്ച്. ആൻഡ് അത്രയും ഭംഗിയായിട്ടാണ് അഭിലാഷ് ചേട്ടൻ ആ ക്യാരക്ടർ ചെയ്തിരിക്കുന്നതാണെങ്കിലും ഇത്രയും വലിയൊരു ക്രൂ അവരുടെ കൂടെ വർക്ക് ചെയ്യാൻ പറ്റിയത് ഐ എം സോ ഗ്രേറ്റ്ഫുൾ. മുരളി ചേട്ട, ശ്രീ ഗോകുലം മൂവീസ്, അതുപോലെ ഞങ്ങളുടെ DOP ശങ്കർ സാർ, ഒരുപാട് പേരുണ്ട് താങ്ക്സ് പറയാനായിട്ട്. ഈ ഒരു ഓപ്പണിങ് സത്യം പറഞ്ഞാൽ ഇങ്ങനെ ഒരു ലോഞ്ച് ശരിക്കും ഒരു ബ്ലെസ്സിങ് ആണ്, അധികം പേർക്ക് കിട്ടുന്നതല്ല. സോ താങ്ക് യു സോ മച്ച്. അപ്പോൾ ഓഗസ്റ്റ് 1-ാം തീയതി ഇനി അധികം ദിവസമൊന്നുമില്ല. ഇറ്റ്സ് ലൈക്ക് കൗണ്ടിങ് എവറി മിനിറ്റ് ഫോർ ദാറ്റ് മൊമെൻറ്റ്. ഒരുപാട് ആഗ്രഹിച്ച ഒരു മൊമെൻറ്റാണത്. അപ്പം അങ്ങനെ വെയിറ്റ് ചെയ്ത് ഇപ്പോൾ ട്രെയിലർ കാണുമ്പോഴാണെങ്കിലും ഓരോ മൊമെൻറ്റ്സും ഞാനിങ്ങനെ വീണ്ടും ചെറിഷ് ചെയ്യാൻ പോകുന്ന മൊമെൻറ്റ്സാണ്. താങ്ക് യു. ഓൾ ദി വെരി മച്ച് ജസ്റ്റ്. അപ്പം എന്തായാലും നിങ്ങളുടെ 3 പേരും കാത്തിരുന്ന ഒരു മൊമെന്റ് തന്നെയാണ്. അപ്പോൾ അത് ഏറ്റവും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള രീതിയിൽ തിയേറ്ററുകളിലൊക്കെ വരട്ടെ. എല്ലാവരും അത് ഇരുകൈയും നീട്ടി സ്വീകരിക്കട്ടെ. ജസ്റ്റ് ലൈക്ക് ഹൗ ദേ റിസീവ് മാളികപ്പുറം. താങ്ക് യു സോ മച്ച്. യു മേ ടേക്ക് ബാക്ക് യുവർ സീറ്റ്സ്. താങ്ക് യു. ആൻഡ് ഉറപ്പായിട്ടും നമുക്ക് ഇപ്പോൾ ഈ ഒരു വേദിയിലേക്ക് ഒരുപാട് പേരെ നമ്മൾ ഇൻവൈറ്റ് ചെയ്യാനായിട്ട് ഡിയറസ്റ്റ് ശിവത, മേ ഹം റിക്വസ്റ്റ് യു ടു കൈൻഡ്ലി ജോയിൻ വിത്ത് us on the stage please. ഹായ് മാളവിക. ഹായ്. അടിപൊളിയായിട്ട് എൻ്റെ ബ്ലാക്ക് സാരിയിലൊക്കെ അവിടെ എല്ലാവരും ഇങ്ങനെ ചോദിക്കുന്നൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ എന്താണ്, നമുക്ക് കുറച്ചുകൂടെ മുന്നിലേക്ക് നിൽക്കാം അല്ലേ? യെസ്. അപ്പോൾ വി ആർ ലൈക്ക് ഓൾ ഇയേഴ്സ് ഫോർ യു. എല്ലാവർക്കും നമസ്കാരം. ഭയങ്കര സന്തോഷമുണ്ട് ഇവിടെ വന്ന് നിൽക്കുന്നതിൽ. കാരണം ഞാൻ അത്ര എൻജോയ് ചെയ്ത് ഹാപ്പി ആയിട്ട് വർക്ക് ചെയ്തൊരു ടീമാണ്. ആക്ച്വലി ടീം എന്ന് പറയുമ്പോൾ ഒരു ഫാമിലിയാണ് എനിക്ക്. അപ്പോൾ അതിൽ ഒരു ലീഡായിട്ട് അർജുൻ ചേട്ടൻ്റെ പെയറായി ചെയ്യാൻ പറ്റിയതിൽ ഒരുപാട് സന്തോഷം. ഞങ്ങൾ മുന്നേ വർക്ക് ചെയ്തിട്ടുണ്ട് ആനന്ദ് ശ്രീബാല എന്ന് പറഞ്ഞ പടത്തിൽ, അഭിയേട്ടൻ്റെ മൂവിയായിരുന്നു. അപ്പോൾ അങ്ങനെ കിട്ടിയൊരു ഫ്രണ്ട്ഷിപ്പാണ്. അപ്പോൾ അത് കാരണം ഇപ്പോൾ നെക്സ്റ്റ് ഒരു ഫിലിം സെയിം ടീം. ഒരുപാട് സന്തോഷമുണ്ട്. എല്ലാവരും പോയി കണ്ട് ഞങ്ങൾക്ക് സപ്പോർട്ട് ചെയ്യണം ഞങ്ങളെ. താങ്ക് യു. താങ്ക് യു സോ മച്ച്. എല്ലാവർക്കും നമസ്കാരം. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നോ? എവിടെ ആണോ? ഇവിടെ ഈ ഒരു വേദിയിൽ നിൽക്കുമ്പോൾ ഇത്രയും ആൾക്കാർ ഇവിടെ നിൽക്കുമ്പോൾ ഒരുപാട് സന്തോഷം തോന്നുന്നു. ഫസ്റ്റ് ഓഫ് ഓൾ താങ്ക് യു സോ മച്ച് നിങ്ങൾക്ക് പറയണ്ടേ ഇവിടെ ഞങ്ങളെ ഇങ്ങനെ സപ്പോർട്ട് ചെയ്ത് ഇവിടെ നിൽക്കുന്നതിന്. ആൻഡ് ഒരുപാട് സന്തോഷം ഈ ഒരു സിനിമയുടെ ഒരു ഭാഗമാകാൻ കഴിഞ്ഞതിൽ. വിഷ്ണു, അഭി, മുരളി ചേട്ടാ എല്ലാവർക്കും താങ്ക്സ്. പിന്നെ ഇത് ഇത്രയും നല്ലൊരു ടീം കണ്ടില്ലേ, ഇവിടുത്തെ ഒരു ഓളം കണ്ടില്ലേ, ഇത്രയും നല്ലൊരു ടീമിൻ്റെ കൂടെ വർക്ക് ചെയ്യാൻ പറ്റിയതിൽ ഒത്തിരി സന്തോഷം. 1-ാം തീയതി റിലീസാവാണ്. സോ എല്ലാവരും തിയേറ്ററിൽ തന്നെ പോയി കാണാം. ഞങ്ങളുടെ ഈ ടീമിനെയും ഞങ്ങളുടെ ഈ സിനിമേനെയും സപ്പോർട്ട് ചെയ്യാമെന്ന് മാത്രമേ പറയാനുള്ളൂ. താങ്ക് യു സോ മച്ച്. Thank you so much. And yes, the both of you may now take back your seats. Thank you so much and all the best to you. And yes, നമുക്ക് അർജുനയുടെ വണ്ടിയിൽ കയറില്ല. ഈ ഫോർട്ട് കൊച്ചി പിള്ളേരുടെ അതേ വൈബാണ് എന്നൊന്ന് പറയുന്നുണ്ടായിരുന്നു. അതെന്ത് പരിപാടി വെച്ചാൽ അങ്ങനെ പറഞ്ഞ ഫോട്ടോ വെച്ച് പിള്ളേർ സോറി തൊണ്ട പോയി കിടക്കണ മാപ്പാക്കണം. ഫോട്ടോ വെച്ച് പിള്ളേർ പൊളിയാണ്. വെറുതെ എന്തെങ്കിലുമൊക്കെ പറയുമ്പോൾ കേട്ട് വിശ്വസിക്കുവാണെങ്കിൽ. അപ്പോൾ ഹലോ, വളരെയധികം സന്തോഷം. നമസ്കാരം. ഓഗസ്റ്റ് 1-ാം തീയതി സുമതി വളവ് ഇറങ്ങാണ്. എല്ലാവരും പോയി പടം തിയേറ്ററിൽ തന്നെ കാണാൻ മാക്സിമം ശ്രമിക്കണം. എല്ലാവർക്കും തിരക്കുണ്ടെന്നൊക്കെ അറിയാം. പക്ഷെ എന്നാലും പടം തിയേറ്ററിൽ കാണേണ്ട സുഖം നിങ്ങൾ മൊബൈലിലോ TV-യിലോ എന്നുവെച്ചാൽ ഫസ്റ്റ് ടൈം വാച്ച് ചെയ്യുമ്പോൾ അത് കിട്ടില്ല എന്നാണ് ഞങ്ങളുടെയൊക്കെ ഒരു വിശ്വാസം. കാരണം അതൊരു ആഗ്രഹമാണ് എല്ലാവരും തിയേറ്ററിൽ തന്നെ പോയി കാണുക എന്നുള്ളത്. അപ്പോൾ മാക്സിമം എല്ലാവരും തിയേറ്ററിൽ തന്നെ പോയി കാണണം. ഹലോ ഹായ് അച്ചോ ഹലോ ഹായ്. അപ്പോൾ ഫസ്റ്റ് ഓഫ് ഓൾ നന്ദി പറയണം. കാരണം സുമതി വളവ് 2019 കേട്ട കഥയാണ്. ആ സമയത്ത് കേട്ടതിനെക്കാട്ട് കുറേ മാറ്റമുണ്ട് ഇപ്പോൾ. അപ്പോൾ ഞാൻ ഈ കഥ കേൾക്കുന്നത് എൻ്റെ ഒരു സ്ഥാപനത്തിന് മുമ്പിൽ നിന്നാണ്. അപ്പോൾ ആ സമയത്ത് ഞാനും അഭിലാഷേട്ടൻ വിളിച്ചിട്ട് ഇവിടെ ഒരു കഥ പറയേണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ ആദ്യം കേട്ടപ്പോൾ ഇഷ്ടപ്പെട്ടു. പക്ഷേ ആ സമയത്ത് ഞങ്ങൾ പടം ചെയ്യുമ്പോൾ അത്ര എമൗണ്ട് ഇൻവെസ്റ്റ് ചെയ്യാനായിട്ട് ഒരു പ്രൊഡ്യൂസറിനെ കിട്ടിയില്ല. പക്ഷേ ഈ 2025 അതിനെക്കാട്ടും വലിയ രീതിയിൽ ആ പടത്തിന് വേണ്ട രീതിയിൽ തന്നെ പണം മുടക്കി
വന്ന മുരളിച്ചേട്ടനോട് വലിയ നന്ദി ഞാൻ പറയുന്നു. പിന്നെ ഈ പടം ആ സമയത്ത് കേട്ടതിനെക്കാട്ടും നല്ല രീതിക്ക് മാറ്റങ്ങൾ വരുത്തിയ അഭിലാഷേട്ടനോട് നന്ദി പറയുന്നു. കാരണം അഭിലാഷേട്ടൻ ഇപ്പം നമ്മുടെ സജഷൻ പറഞ്ഞാലും ആസ് എ റൈറ്റർ ചിലപ്പോൾ പുള്ളിയുടെ ഒരു ഒപ്പീനിയനായിട്ട് വേണ്ടെന്നൊക്കെ പറയും. പക്ഷേ അഭിലാഷേട്ടൻ അത് രണ്ട് കൈ നീട്ടി സ്വീകരിക്കുന്ന ഒരാളാണ് അഭിലാഷേട്ടൻ. പക്ഷേ ഇതിന് വേറൊരു പെർസ്പെക്റ്റീവും കൊടുക്കും. പിന്നെ മാൻ ചേട്ടാ, ഐ ലവ് യു. ബിക്കോസ് സുമതി വളവ് നിങ്ങൾക്ക് ആ പടം കാണുമ്പോൾ പുള്ളി ആ കഥ എടുത്തേക്കുന്ന രീതി ഇസ് നെക്സ്റ്റ് ലെവൽ. അപ്പോൾ എനിക്കത് ഭയങ്കര വർക്കായി. കാരണം കുറേ നാളായി 2000 എൻ്റെ അച്ഛനൊക്കെ അഭിനയിച്ച പടങ്ങൾ കണ്ടൊരു സുഖങ്ങളൊക്കെ ഉണ്ടായിരുന്നു. കാരണം ഭയങ്കര റിയലിസ്റ്റിക് അല്ല, പക്ഷെ എന്നാലും നമുക്ക് കണ്ട് രസിക്കാൻ പറ്റുന്ന ഒരു പരിപാടികളൊക്കെ ആയിരുന്നു. അപ്പോൾ അത് തിരിച്ച് കൊണ്ടുവരിക, അല്ലെങ്കിൽ ആ ഒരു പെർസ്പെക്റ്റീവ്, അല്ലെങ്കിൽ ആ ഒരു സ്റ്റൈൽ ഓഫ് മേക്കിംഗ് കൊണ്ടുവരിക എന്നുള്ളതിൽ ഐ അഡ്മയർ യു അ ലോട്ട്. താങ്ക് യു സോ മച്ച്. പിന്നെ എല്ലാവരോടും നന്ദി. എസ്പെഷ്യലി രഞ്ജിൻ ചേട്ടാ, ഞാൻ ചോദിച്ചു വാങ്ങിയ പാട്ടാണ് നിങ്ങളിപ്പോൾ കേട്ട ഉത്സവ സോങ്. എനിക്ക് കുറേ നാളത്തെ ആഗ്രഹം ഡാൻസ് കളിക്കണം എന്നുള്ളത് ഞാൻ തീർത്തു. പിന്നെ ഒരു പാട്ട് ഇറങ്ങി, ശോകം വേണ്ട, ദാറ്റ്സ് മൈ ഫേവറേറ്റ് സോങ്. അപ്പോൾ പിന്നെ ബാലിച്ചേട്ടനോട് കുറേ പോടായി, സ്പെഷ്യൽ നന്ദിയൊന്നും പറയണ്ടല്ലോ അല്ലേ? പോടാ. ഓക്കെ, റാഫി, ശിവ, ഗോകുൽ അടിപൊളിയായിരുന്നു നോക്കിയാൻ. പിന്നെ ഈച്ച് ആൻഡ് എവരി വൺ എല്ലാവരോടും, മാളവിക, ഗോപിക, ജൂഹി, ജസ്ന, ഇവിടെ ഒരുമിച്ച് സ്ക്രീൻ സ്പേസ് ഷെയർ ചെയ്തിട്ടില്ല ഇവിടെ ഇരിക്കണ എല്ലാവരോടും. അശ്വതി ചേച്ചി യൂട്യൂബ്, അഭിലാഷേട്ടൻ്റെ ഭാര്യയാണ്, എൻ്റെ ചേച്ചിയായിട്ട് അഭിനയിച്ചാണ്. ബോബി ചേട്ടാ, ഈ ചങ്ങായി ഇല്ലായിരുന്നെങ്കിൽ ആ ലൊക്കേഷൻ സൈലൻ്റ് ആയിരുന്നു. ഇപ്പം ഞങ്ങൾ ഫ്രണ്ടിലിരുന്ന് ഇത്ര അലമ്പില്ലേ, ഇതേ മൂഡ് തന്നെയായിരുന്നു അവിടെ. പിന്നെ ഈ ഒരു ടൈമിൽ ഞാൻ എൻ്റെ കൂടെ കുറേ നാളായിട്ടുള്ള 2 പേരും കൂടി ഇൻവൈറ്റ് ചെയ്യണം, റാഫി ആൻഡ് ശിവ. കാരണം ഇവർ പൊളിയാണ്. റാഫി DQ ആൻഡ് ശിവ, ഇവർ 2 പേരും വൻ പൊളി പടത്തിൽ ചെയ്തിട്ടുണ്ട്. റാഫിയുടെ കൂടെ വേറൊരു പടം ചെയ്തിട്ടുണ്ട് ഞങ്ങൾ, അത് പിന്നെ പറയാം. അപ്പോൾ ഈ പടത്തിനെ പറ്റി നിങ്ങൾക്ക് എന്താണ് അഭിപ്രായം എന്ന് പറയാം. ഇവിടെ ഇങ്ങനെ എല്ലാവരോടും ബിഗ് താങ്ക്സ്. ഓഗസ്റ്റ് 1-ാം തീയതി പ്ലീസ്, ഞങ്ങളുടെ എല്ലാവരും റിക്വസ്റ്റാണ് തിയേറ്ററിൽ പോയി പടം വാച്ച് ചെയ്യുക. കാരണം അതൊരു എക്സ്പീരിയൻസ് ആയിരിക്കും എന്നുള്ളൊരു ആഗ്രഹം കൊണ്ടാണ്. തലയാട്ടിക്കോ കണ്ടിട്ട് നീ എന്നെ മെസ്സേജ് അയക്കണോട്ടോ, കാര്യം ഞാൻ പറഞ്ഞു. ഓക്കെ, റാഫി എന്താ പറയുന്നത്? ചേട്ടാ, ഏറ്റവും ആദ്യം ഒരു കാര്യം ചോദിച്ചോട്ടെ. ഇപ്പൊ സുമതി വളവ് നമ്മളുടെ വീണ്ടും ഒരു ഹിറ്റ് മേക്കേഴ്സിന്റെ ഒരു ടീമിൽ നിന്ന് വരികയാണ്. പക്ഷെ ഏറ്റവും അധികം വളരെ കൗതുകമായിട്ട് മനസ്സിൽ വന്നിരുന്ന ഒരു കാര്യമാണ്, അതായത് സുമതി വളവ് അങ്ങ് ട്രിവാൻഡ്രത്താണ്, ഇവിടെ കൊച്ചിയിൽ നമ്മളുടെ ഇവിടെ ഇതുപോലെ ഹോണ്ടഡ് ആയിട്ടുള്ള സ്പേസ് ഉണ്ട്, വയനാട് പോയാൽ ലക്കിടി ഉണ്ട്, അല്ലെങ്കിൽ നമ്മളുടെ താമരശ്ശേരി ചുരത്തിലും ഇതുപോലെ കഥകൾ കേൾക്കുന്നുണ്ട്. എന്തുകൊണ്ട് സുമതി വളവ് എടുക്കുന്നു? എല്ലാവർക്കും നമസ്കാരം. നീ ഈ സ്ഥലത്തിനൊക്കെ ഡീറ്റെയിൽ പറയണേ. അടുത്ത 3 സിനിമയ്ക്കുള്ള കഥയായി. ഫസ്റ്റ് ഓഫ് ഓൾ, ചെറുപ്പം മുതലേ കേട്ടിട്ടുള്ളൊരു പേരാണ് സുമതി വളവ്. പണ്ട് ഒരുപാട് കേട്ടിട്ടുണ്ട് ഇങ്ങനെ ഒരു വളവിനെ പറ്റിയും ആ വളവിൽ ഒളിഞ്ഞു നിൽക്കുന്ന യക്ഷിയെ പറ്റിയും ആ വളവ് വഴി യാത്ര ചെയ്യുമ്പോൾ കിട്ടുന്ന എക്സ്പീരിയൻസിനെ പറ്റിയൊക്കെ. അപ്പം അങ്ങനെ ഒരു എക്സ്പീരിയൻസ് തിയേറ്ററിൽ കൊടുത്താൽ നന്നാവുമെന്ന് ഏകദേശം ഒരു 6 വർഷം മുന്നേ ഒരു ആഗ്രഹം തോന്നി. അന്ന് ആ ആഗ്രഹം ഞാൻ വിഷ്ണുവിനോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. കുറച്ച് അഖിൽ പറഞ്ഞ സത്യമാണ്. പണ്ട് അഖിൽ വന്ന് സിനിമയ്ക്ക് വേണ്ടി ട്രൈ ചെയ്യുന്ന സമയത്ത് ഞങ്ങളിങ്ങനെ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ഇന്നൊരു 6 വർഷത്തിന് ശേഷം ഇപ്പം ആ സിനിമ ചെയ്യാൻ പറ്റുകയും ഇവിടെ ഇത്രയും വലിയൊരു ക്രൗഡിന് മുന്നിൽ അതിൻ്റെ ട്രെയിലർ കാണിക്കാൻ പറ്റുമ്പോഴും സത്യത്തിൽ ഭയങ്കര അഭിമാനം തോന്നുന്നുണ്ട്. അപ്പോൾ ഭയങ്കര സന്തോഷം തോന്നുന്നുണ്ട്. അതിന് കാരണം ഞാൻ മാത്രം. താങ്ക് യു. ഞാൻ എൻ്റെ പണി എന്ന സിനിമയ്ക്ക് ശേഷം അഭിനയിച്ച പടമാണ് സുമതി വളവ്. ഒരു പോലീസ് ഓഫീസറുടെ വേഷമാണ് ഞാൻ ഈ സിനിമയിൽ ചെയ്യുന്നത്, SI ബെഞ്ചമിൻ. ഞാൻ ചെറിയൊരു നെഗറ്റീവ് ഷെയ്ഡ് ക്യാരക്ടറാണ് ഈ സിനിമയിൽ ചെയ്തിരിക്കുന്നത്. ബാക്കിയെല്ലാം ഓഗസ്റ്റ് 1-ാം തീയതി തിയേറ്ററിൽ കാണാം. എല്ലാവരും സിനിമ കാണണം, ഒരു ഗംഭീര വിജയമാക്കി മാറ്റണം എന്ന് അഭ്യർത്ഥിക്കുന്നു. അതുപോലെ പറയാൻ ഒരുപാടുണ്ട്. ഈ സിനിമയിൽ ഞാൻ വന്ന കാരണം ഇതിൻ്റെ പ്രൊഡ്യൂസർ മുരളിച്ചേട്ടൻ, അഭിലാഷ്, വിഷ്ണു, എൻ്റെ കൂടെ അഭിനയിച്ച ഇതിൻ്റെ ഹീറോ അർജുൻ, ഇല്ല പറയില്ല, ബാലു, എൻ്റെ സുഹൃത്തുക്കളെല്ലാം, എൻ്റെ കോ ആക്ടേഴ്സ് എല്ലാവരോടും ഉള്ള നന്ദി അറിയിക്കുന്നു. രഞ്ജിൻ, താങ്ക് യു ഫോർ ബ്യൂട്ടിഫുൾ മ്യൂസിക്. എല്ലാവരോടും ഉള്ള നന്ദി അറിയിക്കുന്നു. ശേഷം സ്ക്രീനിൽ. താങ്ക് യു. Thank you so much, sir. And Mr. Jada, please do the honor.
വണ്ടി ഓടിച്ച് പോയിക്കൊണ്ടിരിക്കുമ്പോൾ നേരെ ഒരു മരം വന്ന് ഒറ്റ വീഴ്ച. എല്ലാവർക്കും പുറത്തിറങ്ങാൻ പേടി. ഞാൻ പിന്നെ ഒന്നും നോക്കാൻ പോയില്ല, ഞാൻ പുറത്തിറങ്ങി. എനിക്ക് എന്ത് സുമതി. ഞാനിങ്ങനെ നടന്നു പോകുമ്പോൾ ദേ മുമ്പിൽ നിൽക്കുന്ന സുമതി. സുമതിയെ കണ്ടാ ഇങ്ങനെ ഇത്ര അടുത്ത് മുഖാമുഖം. നീ അവളോട് പറയാൻ എടാ പഴയ കാമുകിയുടെ കല്യാണത്തിന് പോയി സദ്യ വിളമ്പുന്നതാണ്.